നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ പറ്റിയാണ്. ഗർഭാവസ്ഥയിൽ ഗർഭിണികൾക്കുണ്ടാകുന്ന ഉയർന്ന രക്തസമ്മർദ്ദത്തെ പറ്റിയാണ്. ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്, ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്ന ഒരു അസുഖത്തിനെ പറ്റി അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പക്ഷേ ഗർഭിണികൾക്ക് സാധാരണയിൽ നിന്നും ഉയർന്ന രക്തസമ്മർദ്ദം വന്നാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഗർഭമല്ലാത്ത ഒരാൾക്ക് രക്തസമ്മർദ്ദം 200 ഒക്കെ വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. അത് ചികിത്സിച്ച് അത് നിയന്ത്രണത്തിൽ വരുത്താൻ നമുക്ക് സമയവും ലഭിക്കാറുണ്ട്. പക്ഷേ ഗർഭിണികളുടെ സ്ഥിതിവിശേഷം ഇതാണ്. ഗർഭകാലത്ത് വരുന്ന ഉയർന്ന രക്തസമ്മർദ്ദത്തിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട്. അവയുണ്ടാക്കുന്ന അപകടങ്ങളും പ്രത്യേകതരം തന്നെയാണ്. അമ്മമാർക്ക് എന്താണ് പ്രശ്നം? അവരുടെ രക്തസമ്മർദ്ദം ഉയർന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? സാധാരണഗതിയിൽ ഒരു ഗർഭിണിയുടെ ബ്ലഡ് പ്രഷർ ഗർഭാവസ്ഥയിൽ ഗർഭമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയേക്കാൾ കുറവായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു 8-ാം മാസം കഴിയുമ്പോൾ, അതായത് അവസാനത്തെ 3 മാസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇത് ക്രമാതീതമായി വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. മുകളിലത്തെ രക്തസമ്മർദ്ദം 140 എത്തുകയോ താഴെയുള്ള രക്തസമ്മർദ്ദം 90 എത്തുകയോ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ കാര്യമുണ്ട്. ഈ ഉയർന്ന രക്തസമ്മർദ്ദത്തോടനുബന്ധിച്ച് അമ്മയുടെ അവയവങ്ങൾക്കും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രീ എക്ലാംസിയ എന്നാണ് വിളിക്കുന്നത്. ഈ പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന അവസ്ഥാവിശേഷത്തിന് പല പ്രശ്നങ്ങളുണ്ട്. അതായത് അമ്മയ്ക്ക് ജന്നി വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ജന്നിയുടെ അസുഖം, അതായത് കൺവൾഷൻസ്. അപ്പോൾ ഈ ഗർഭിണിയായ സ്ത്രീക്ക് കൺവൾഷൻസ് വന്നു കഴിഞ്ഞാൽ അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഓക്സിജൻ കിട്ടാതാവുകയും ബുദ്ധിമുട്ട് വരികയും ചെയ്യാം. പിന്നെ അമ്മയ്ക്ക് തന്നെ ഈ കൺവൾഷൻസ് ജന്നി കൊണ്ട് പ്രശ്നങ്ങൾ വരാം. പിന്നെ രക്തസമ്മർദ്ദം ഉയർന്നു കഴിഞ്ഞാൽ തലച്ചോറിനകത്ത് രക്തസ്രാവം ഉണ്ടായി മരണം വരെ സംഭവിക്കാം. ഇത് അമ്മയുടെ പ്രശ്നം. അതിന്റെ കൂട്ടത്തിൽ തന്നെ കിഡ്നിക്കും കരളിനും വൃക്കകൾക്കും കരളിനുമൊക്കെ കുഴപ്പം സംഭവിച്ച് അവയുടെ പ്രവർത്തനം കുറയുകയും ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറയുന്ന അതിമാരകമായ അവസ്ഥയിലേക്ക് അത് നീങ്ങുകയും ചെയ്യും. കുഞ്ഞുങ്ങൾക്കാണെങ്കിലോ, കുഞ്ഞുങ്ങൾക്ക് അമ്മമാരുടെ ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള രക്തയോട്ടം കുറയുകയും അവർക്ക് വയറ്റിനകത്ത് വളർച്ചയെ അത് ബാധിക്കുകയും അവരുടെ കുഞ്ഞുങ്ങളുടെ വെയിറ്റ്, അതായത് ഗർഭസ്ഥ ശിശുവിന്റെ വെയിറ്റ് ക്രമാതീതമായി കുറയുകയും ചെയ്യുകയും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വയറ്റിനകത്ത് കുഞ്ഞുങ്ങൾക്ക് മരണം സംഭവിക്കുകയും ചെയ്യാം. ഇനി ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ അധിക രക്തസമ്മർദ്ദം വരുമ്പോൾ മറുപിള്ള പെട്ടെന്ന് ഗർഭപാത്രത്തിൽ നിന്ന് ഇളകിപ്പോവുകയും കുഞ്ഞിനുള്ള രക്തയോട്ടം പെട്ടെന്ന് കുറയുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഗർഭിണികൾക്ക് 140-90 അതിൽ കൂടുതലോ ബ്ലഡ് പ്രഷർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഡോക്ടറുടെ പരിരക്ഷയിൽ തന്നെ ഇരിക്കണം. ആഴ്ചയാഴ്ച ബ്ലഡ് പ്രഷർ നോക്കണം, രക്തസമ്മർദ്ദം നോക്കണം, രക്തത്തിൽ പല ടെസ്റ്റുകൾ ചെയ്യണം, കുഞ്ഞിനെ സ്കാൻ ചെയ്ത് നോക്കണം. മിക്കപ്പോഴും ഇങ്ങനെയുള്ള സ്ത്രീകളെ അഡ്മിറ്റ് ചെയ്തിട്ട് 37 ആഴ്ചയൊക്കെ ആവുമ്പോൾ തന്നെ അവരുടെ രക്തസമ്മർദ്ദത്തിനനുസരിച്ച് അവരെ പ്രസവിപ്പിക്കുന്നതാണ് അതിന്റെ ഉത്തമമായിട്ടുള്ള ചികിത്സ. ഇത് എല്ലാവരും മനസ്സിലാക്കിയാൽ അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമില്ലാതെ തന്നെ, അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് ആപത്തില്ലാതെ തന്നെ അവരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നന്ദി, നമസ്കാരം.